ഇന്നത്തെ പ്രധാനപ്പെട്ട ട്രെൻഡിംഗ് വാർത്തകളുമായി ഞാൻ നിങ്ങളുടെ സുനിൽ തരകൻ. പൂരങ്ങളുടെ നാട്ടിൽ നിന്ന് ലോക വാർത്തകളുടെ നെഞ്ചിടിപ്പിലേക്ക് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഒരേപോലെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പുതിയ ചൂടൻ വിശേഷങ്ങളുമാണ്. തൃശ്ശൂരിൽ എല്ലാ വർഷവും ജൂൺ 2-ാം വാരത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൗതിക രാഷ്ട്രീയ സംവാദ പരിപാടിയാണ് EMS സ്മൃതി. തൃശ്ശൂരിലെ കോസ്റ്റ് ഫോർഡിന്റെ നേതൃത്വത്തിൽ ജൂൺ 13 ഇന്ന് വിപുലമായ രീതിയിലാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇടത് രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെക്കുറിച്ചും കേരളത്തിന്റെ വികസന മാതൃകകളെക്കുറിച്ചുമുള്ള വലിയൊരു സംവാദവേദിയാണ് ദേശീയ അന്തർദേശീയ തലങ്ങളിലെ പ്രമുഖ അക്കാദമിക് വിദഗ്ധരും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കുന്ന EMS സ്മൃതി. ജില്ലയിലെ ക്രമസമാധാന നിലയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന വാർത്ത. ലഹരി മാഫിയയ്ക്കെതിരെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും പോലീസ് സംയുക്തമായി നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ തൃശ്ശൂരിൽ ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശ്ശൂർ നഗരത്തിൽ നിന്നും ഒല്ലൂരിൽ നിന്നുമായി 100-ലധികം കിലോ നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളും മാരകങ്ങളായ രാസലഹരി മരുന്നുകളുമാണ് പിടിച്ചെടുത്തത്. ആയുധങ്ങളുമായി 5-അംഗ സംഘത്തെ ഒല്ലൂരി വെച്ച് പിടികൂടിയത് അടുത്ത ദിവസമാണ്. നഗരത്തിലെ വലിയൊരു ലഹരി ശൃംഖലകളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. വടക്കാഞ്ചേരി, കുന്നംകുളം ഭാഗങ്ങളിലേക്കും ഈ പരിശോധന വരും ദിവസങ്ങളിൽ വ്യാപിപ്പിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്പെടുന്ന ഒരു തൃശ്ശൂർ വാർത്ത. APJ അബ്ദുൽ കലാം കേരള സാങ്കേതിക സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട ജില്ലാതല ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കോൺക്ലേവ് SOAR 2026 ജൂൺ 15 മാള മെറ്റ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ വെച്ച് നടക്കുകയാണ്. ജില്ലയിലെ പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജുകൾ പങ്കെടുക്കുന്ന ഈ കോൺക്ലേവിൽ വിദ്യാർത്ഥികൾക്കായി മികച്ച കരിയർ ഓറിയന്റേഷൻ ക്ലാസുകളും സംശയ നിവാരണത്തിനുള്ള അവസരങ്ങളും ഉണ്ടായിരിക്കും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന തൃശ്ശൂരിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഇതൊരു മികച്ച അവസരവുമായിരിക്കും. ഇനി നമുക്ക് നേരെ അമേരിക്കയിലേക്കും മെക്സിക്കോയിലേക്കും കാനഡയിലേക്കും പറക്കാം. അതെ, ഭൂഗോളത്തിന്റെ സ്പന്ദനം ഇപ്പോൾ ഫുട്ബോളിലാണ്. ഫിഫ ലോകകപ്പ് 2026 ഔദ്യോഗികമായി പന്തുരുണ്ട് കഴിഞ്ഞു. 3 രാജ്യങ്ങളിലെ 16 നഗരങ്ങളിലായി 48 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പിനാണ് തുടക്കമായിരിക്കുന്നത്. ഉദ്ഘാടന മത്സരത്തിൽ കാനഡയും ബോസ്നിയയും തമ്മിലുള്ള പോരാട്ടം 1-1 സമനിലയിൽ കലാശിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. മലയാളിക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളുമാണ് വരാൻ പോകുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ കേരളത്തെ ചൂടുപിടിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിന് കൃത്യമായ ഏകോപനമില്ലെന്നും മുൻകാലങ്ങളിലെ ജാഗ്രത ഇപ്പോൾ കാണാനില്ലെന്നുമാണ് ഉയരുന്ന ആക്ഷേപം. ഇതിനിടയിൽ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മെൽമയുടെ പുതിയ വികസന പദ്ധതികളെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഭരണസിരാ കേന്ദ്രങ്ങളിൽ സജീവമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. കേരളത്തിൽ കാലവർഷം ശക്തമായി തുടരുകയാണ്. വടക്കൻ ജില്ലകളായ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും തികച്ചും അപ്രതീക്ഷിതമായ ഒരു നീക്കമുണ്ടായത്. മൊബൈലുകളിൽ അടിയന്തര ദുരന്ത മുന്നറിയിപ്പ് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ വിജയകരമായി പരീക്ഷിച്ച സെൽ ബ്രോഡ്കാസ്റ്റ് സർവീസ് പെട്ടെന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. കൃത്യമായ കാരണങ്ങളൊന്നും വ്യക്തമാക്കാതെയാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഈ നടപടി. മഴക്കാലത്ത് ഈ സംവിധാനം ഏറെ ഉപകാരപ്രദമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഹോൾഡ് ചെയ്തത് എന്ന ചോദ്യം ബാക്കിയാവുന്നു. ഇന്ത്യയിലെ IT കമ്പനിയിൽ നിന്ന് ജീവനക്കാരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വലിയ അപ്ഡേറ്റ് വരുന്നുണ്ട്. കോവിഡ് കാലം മുതൽ നമ്മൾ ശീലമാക്കിയ വർക്ക് ഫ്രം ഹോം എന്ന സംവിധാനം പൂർണ്ണമായി നിർത്തലാക്കുവാൻ രാജ്യത്തെ മുൻനിര IT കമ്പനികൾ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. ജീവനക്കാർ ആഴ്ചയിൽ 5 ദിവസവും ഓഫീസിൽ നിർബന്ധമായി ഹാജരാകണം എന്ന കർശന നിർദ്ദേശമാണ് പ്രമുഖ കമ്പനികൾ നൽകിയിരിക്കുന്നത്. ഇതോടെ ബാംഗ്ലൂരു, ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലേക്ക് ജീവനക്കാർ കൂട്ടത്തോടെ മടങ്ങേണ്ടി വരും. ഇത് മെട്രോ നഗരങ്ങളിലെ വാടക കൂട്ടലിനും വൻ ഗതാഗത കുരുക്കിനും വീണ്ടും കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലക്ഷക്കണക്കിന് മലയാളി IT ഉദ്യോഗസ്ഥരെയും ഇത് നേരിട്ട് ബാധിക്കും. ഇനി നമുക്ക് അന്തർദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക നീക്കത്തിലേക്ക് കടക്കാം. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ, പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ EVക്ക് മേൽ കടുത്ത നികുതി ചുമത്തിയതിനെ തുടർന്ന് ആഗോള വിപണിയിൽ വൻ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ചൈന ഇതിനെതിരെ ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ്. യൂറോപ്പിൽ നിന്നുള്ള ആഡംബര കാറുകൾക്കും മറ്റ് ഇറക്കുമതി സാധനങ്ങൾക്കും മേൽ ചൈനയും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ഈ 2 വൻശക്തികൾ തമ്മിലുള്ള സാമ്പത്തിക പോരാട്ടം നമ്മുടെ നാട്ടിലെ വിപണിയെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് സാമ്പത്തിക വിദഗ്ധർ. കാരണം ആഗോള വിപണിയിലെ ചെറിയൊരു ചലനം പോലും നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറ്റത്തിന് കാരണമായേക്കാം. അവസാനമായി നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു അന്താരാഷ്ട്ര ട്രെൻഡിങ്ങിനെ കുറിച്ചാണ് പറയാനുള്ളത്. ലോകമെമ്പാടും ഇപ്പോൾ സ്മാർട്ട് ഫോണുകൾ, സോഷ്യൽ മീഡിയ ഉപേക്ഷിച്ച് പഴയ കീപാഡ് ഫോണുകളിലേക്ക് മടങ്ങുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുകയാണത്രേ. ഡിജിറ്റൽ ഡീറ്റോക്സ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം റീൽസും AI സാങ്കേതിക വിദ്യകളിലും മുഴുകി ജീവിക്കുന്ന പുതിയ തലമുറ മാനസിക സമാധാനത്തിനും യഥാർത്ഥ സൗഹൃദങ്ങൾക്കും വേണ്ടിയാണ് ഈ മാറ്റത്തിന് തയ്യാറാകുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന നമ്മളും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഒരു ദിവസത്തേക്ക് എങ്കിലും ഫോൺ മാറ്റിവെക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമുക്ക് ചിന്തിക്കാൻ രസകരമായ ഒരു കാര്യത്തിലേക്ക് വരാം.
സോഷ്യൽ മീഡിയയിൽ ഇന്ന് ആളുകൾ ഷെയർ ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട്. പണക്കാരന് ആവശ്യമുള്ളത് പാവപ്പെട്ടവൻ്റെ കൈവശമുള്ളത്. നമ്മൾ കഴിച്ചാൽ മരിച്ചു പോകുന്നത് ഇതെന്താണ്? കുറച്ചു നേരം തലപുകിച്ച് ആലോചിച്ചാൽ ഉത്തരം കിട്ടും. ഉത്തരം മറ്റൊന്നുമല്ല, ഒന്നുമില്ല. പണക്കാരന് ഒന്നും ആവശ്യമില്ല, പാവപ്പെട്ടവൻ്റെ കയ്യിൽ ഒന്നുമില്ല. നമ്മളൊന്നും കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകും. ജീവിതത്തിലെ വലിയ തത്വങ്ങൾ പലതും ഒളിച്ചിരിക്കുന്നത് ഇത്തരം ലളിതമായ ചിന്തകളിലാണ്, അല്ലേ?